നമുക്ക് തിരുവല്ലത്ത് പരശുരാമ ക്ഷേത്രത്തിൽ നിന്ന് സുനിഷ അയിലൂരും നമുക്കൊപ്പം ചേരുന്നുണ്ട്. വരക്കൽ ബീച്ചിൽ നിന്ന് സാനിയോ മനോമിയുണ്ട്. തിരുനെല്ലിയിൽ നിന്ന് പാപനാശത്ത് നിന്നും ദീപക് മോഹനും നമുക്കൊപ്പം ചേരുന്നുണ്ട്. കനത്ത മഴയാണ്, മിക്കവാറും എല്ലായിടങ്ങളിലും രാത്രിയിലൊക്കെ നല്ല മഴയായിരുന്നു. ബലിയിടാൻ പോകുന്നവരെ രാവിലെ അത് കുഴയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. പലയിടങ്ങളിലും പോയി വെള്ളത്തിൽ കുളിക്കാനോ വെള്ളം എടുത്ത് തലയിൽ ഒഴിക്കാനോ ഒന്നും പറ്റാത്ത സാഹചര്യത്തിൽ കലങ്ങി ഒഴുകുന്ന പുഴകളുമുണ്ട് പലയിടത്തും. തിരുവല്ലത്ത് എന്താണ് അവസ്ഥയെന്ന് നോക്കി വരാം. തിരുവല്ലത്ത് സുനിഷയുണ്ട്. സുനിഷ, ഗുഡ് മോർണിംഗ് സുനിഷ. തിരുവല്ലത്ത് എങ്ങനെയാണ് ബലിതർപ്പണങ്ങൾ പുരോഗമിക്കുന്നത്? അവിടെ പിതൃസ്മരണയിലെത്തിയിരിക്കുന്ന ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ മഴ? അരുൺ, നിലവിൽ മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല. എല്ലാ സംവിധാനങ്ങളും ക്രമീകരണങ്ങളും എല്ലാം പോലീസിന്റെ ഭാഗത്തു നിന്നും മറ്റ് ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. തിരുവല്ലത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തെ ഏറ്റവും അധികം ആളുകൾ പിതൃതർപ്പണത്തിനായി എത്തുന്ന ഒരു സ്ഥലം എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. നിലവിൽ ഇപ്പോൾ ഇതാ മൺമറഞ്ഞവരുടെ ആത്മശാന്തിക്കായി വിശ്വാസികൾ ഇങ്ങനെ ഈ എള്ളും പൂവും തീർത്ഥവും ഒക്കെ അർപ്പിച്ചുകൊണ്ട് പിതൃതർപ്പണം നടത്തുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിഞ്ഞത്. ഏറെക്കുറെ വലിയ രീതിയിലുള്ള തിരക്ക് ഇന്ന് പുലർച്ചെ മുതൽ തന്നെ അനുഭവപ്പെട്ടിരുന്നു. 2:30 മുതലാണ് ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. അങ്ങനെ ഉച്ചവരെ ഇത് നീളുമെന്നുള്ളതാണ്. നേരത്തെ തന്നെ ബുക്ക് ചെയ്തവർക്ക് കൃത്യമായി മറ്റൊരു വഴിയിലൂടെ കടക്കാനുള്ള സൗകര്യമുണ്ട്. ഈ ടിക്കറ്റ് എടുത്ത് കയറാനുള്ള സംവിധാനങ്ങളുണ്ട്. അങ്ങനെ എല്ലാ വിധത്തിലുള്ള സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഒരേ സമയത്ത് തന്നെ 3500 പേർക്ക് ഒരുമിച്ച് ബലിതർപ്പണം നടത്താനുള്ള സൗകര്യങ്ങളാണ് ഈ തിരുവല്ലത്തെ സംബന്ധിച്ചിടത്തോളം ക്രമീകരിച്ചിട്ടുള്ളത്. അത്തരത്തിൽ 9 ബലിമണ്ഡപങ്ങളാണ് ഈ ഭാഗത്താകെ തന്നെയും ക്രമീകരിച്ചിട്ടുള്ളത്. കൃത്യമായി തന്നെ പോലീസ് സംവിധാനങ്ങൾ സുരക്ഷ കൂടി ഒരുക്കിയിട്ടുണ്ട്. 800-ലധികം പോലീസ് സേനയാണ് ഈ തിരുവല്ലത്തിന്റെ ഈ ബലിതർപ്പണ ചടങ്ങിന്റെ ഭാഗമായി തിരക്ക് നിയന്ത്രിക്കുന്നതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ ഭാഗങ്ങളിലായി വിന്യസിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഏതായാലും നിലവിൽ കഴിഞ്ഞ വർഷങ്ങളിലേതിന് സമാനമായി തന്നെ അതേ രീതിയിലുള്ള തിരക്ക് കാണാനുണ്ട്. പുറത്ത് നല്ല മഴയുണ്ട്. പക്ഷേ അകത്ത് കൃത്യമായി ഇവിടെ ഇപ്പോൾ മണ്ഡപങ്ങളിൽ മഴ ഏൽക്കാത്തതുകൊണ്ട് തന്നെ ഏറെക്കുറെ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഇവർക്ക് അനുഭവിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഏതായാലും നിരവധി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ രീതിയിൽ തന്നെ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം വർക്കല പാപനാശത്തായാലും ശംഖുമുഖത്തായാലും അരുവിപ്പുറത്തൊക്കെ ആയാലും തന്നെയും കൃത്യമായി തന്നെ നിരവധി ആളുകൾ എത്തുന്നുണ്ട് എന്നുള്ളതാണ്. നേരത്തെ പാപനാശത്തെക്കുറിച്ചും ആളുകൾ 12 മണിയോടുകൂടി തന്നെ ഇന്ന് എത്തിയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വലിയ ഈ കടൽക്ഷോഭത്തിന്റെ ഒക്കെ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെ ലൈഫ് ഗാർഡുകളെയൊക്കെ തന്നെയും കൂടുതൽ അവിടെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നിരവധി ആളുകൾ മഴവല്ലാതെ ഈ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെയൊക്കെ മറികടന്നുകൊണ്ട് തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട്. മഴയൊന്നും തന്നെ കുസാതെ തന്നെ ആളുകൾ എത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ബലിതർപ്പണ ചടങ്ങുകൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി ആളുകൾ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, സുനിഷയാണ് തിരുവല്ലത്ത് പരശുരാമ ക്ഷേത്രത്തിൽ നിന്നും പ്രേക്ഷകർക്കൊപ്പം ചേർന്നത്. വരക്കൽ ബീച്ചിൽ നിന്ന് കോഴിക്കോട് നിന്നും സാനിയോ മനോമി കൂടി നമുക്കൊപ്പം ചേരുന്നു. സാനിയോ, കോഴിക്കോട്ട് എങ്ങനെയാണ് അവസ്ഥ? കനത്ത മഴയാണ്. പലപ്പോഴും ബലിതർപ്പണത്തിന് പോകുന്ന ആളുകൾ രാവിലെ ബൈക്കിലൊക്കെ പോയി തിരിച്ചു വരാമെന്ന് കരുതുന്ന ആളുകൾക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. ചെറിയ പുഴയൊക്കെയുള്ള ഇടങ്ങളിലാണെങ്കിൽ അത് കലങ്ങിപ്പോകുന്ന ഒരവസ്ഥയുണ്ടാവുന്നു. മാത്രമല്ല ബലിതർപ്പണം ചെയ്യുന്ന സമയത്തും തുറന്ന ഇടങ്ങളാണെങ്കിൽ മഴയുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ട്. എന്താണ് വരക്കൽ ബീച്ചിലെ അവസ്ഥ, സാനിയോ മനോമി? അരുൺകുമാർ, വരക്കൽ ബീച്ചിൽ ശക്തമായ മഴ പെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ബലിതർപ്പണത്തിനെത്തിയ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ട് അത് ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ മഴ നനഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് ഒരേ സമയം ബലിതർപ്പണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 4 തറകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിന്റെയും വരക്കൽ ദേവീ ക്ഷേത്രത്തിന്റെയും ഹിന്ദു ഐക്യവേദിയുടെയും വരക്കൽ ബലിതർപ്പണ സമിതിയുടെയും നേതൃത്വത്തിൽ 4 തറകളിലായാണ് ഇവിടെ ഇപ്പോൾ ഒരേ സമയം ബലിയർപ്പണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ എത്തുന്ന ആളുകൾക്ക് എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് എന്നാണ് പോലീസും അതുപോലെ ഈ ഓരോ ക്ഷേത്രത്തിന്റെയും ആളുകളും അതുപോലെ ഫയർഫോഴ്സ് അടക്കമുള്ള ആളുകൾ പറയുന്നത്. കടൽ അങ്ങേയറ്റം പ്രക്ഷുബ്ധമാണ് എന്നതാണ് ഒരു വെല്ലുവിളിയായി മുന്നിൽ നിൽക്കുന്നത്. കാരണം ഒഴുക്കാൻ വേണ്ടി ഈ തീർത്ഥവും സാധനങ്ങളും ഒക്കെ ഒഴുക്കാൻ വേണ്ടി കടലിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അതീവ ജാഗ്രത പുലർത്തണമെന്ന് ഫയർഫോഴ്സ് അടക്കം നിർദ്ദേശിക്കുന്നുണ്ട്. കടലിലേക്ക് ഇറങ്ങി കുളിക്കാനോ മറ്റോ ഒരു തരത്തിലും അനുവദിക്കില്ല എന്ന് തന്നെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ വർഷം പ്രതീക്ഷിച്ചിരുന്നത് 1 ലക്ഷത്തോളം ആളുകളെയാണെങ്കിൽ ഈ വർഷം 1.5 ലക്ഷത്തിലധികം ആളുകൾ എത്തുമെന്നാണ് നമുക്ക് ഇവിടെ നിന്ന് ഇവർ നൽകുന്ന വിവരം എന്ന് പറയുന്നത്. ഈ ക്ഷേത്രത്തിന്, അതായത് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിനും അതുപോലെ വരക്കൽ ദുർഗാദേവി ക്ഷേത്രത്തിനുമൊക്കെ കൃത്യമായി ബലിതർപ്പണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ ഐതിഹ്യങ്ങളുണ്ട്. പരശുരാമൻ സ്ഥാപിച്ച അവസാനത്തെ ദേവീക്ഷേത്രമാണ് ഈ വരക്കലിലേത് എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇപ്പോൾ എല്ലാവരും അവരവരുടെ ഈ പിണ്ടങ്ങൾ ഒഴുക്കാൻ വേണ്ടി കടലിലേക്ക് പോകുന്ന ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങേയറ്റം ഭക്തി നിർഭരമായ ഒരു ചടങ്ങ്, അതായത് പിതൃക്കളെയും പൂർവികന്മാരെയും ഒക്കെ സ്മരിച്ചുകൊണ്ട്, തങ്ങൾക്ക് മുൻപേ വിട പറഞ്ഞു പോയ ആളുകളെ സ്മരിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഒരേ സമയം ഭക്തിയുടെ മാർഗത്തിൽ കടലിലേക്ക് ഇത് ഒഴുക്കുന്നത് കാണുന്നു എന്ന് പറയുമ്പോൾ അത് അങ്ങേയറ്റം ഭക്തി
ഭക്തി നിർഭരമായ ഒരു ചടങ്ങ് കൂടിയാണ്. മാത്രമല്ല, അതേസമയം കോരിച്ചൊരിയുന്ന മഴയെയും വകവയ്ക്കാതെയാണ് ഇത്രയും അതെ ആളുകൾ. സാനിയോ, ഇവരുടെയൊക്കെ കയ്യിലിരിക്കുന്നതിനകത്ത് ഈ ബലിതർപ്പണത്തിന്റെ ഭാഗമായിട്ടുള്ള പിണ്ടങ്ങളൊക്കെയാണ്. പക്ഷേ അവരുടെ ഹൃദയത്തിൽ അവരുടെ രക്ഷിതാവിനെ കുറിച്ച്, അവരുടെ മുത്തശ്ശനെ കുറിച്ച്, മുത്തശ്ശിയെക്കുറിച്ച്, അവരുടെ പ്രിയപ്പെട്ടവരെ കുറിച്ച് ഒക്കെയുള്ള ഓർമ്മകളുണ്ടാവും. അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും മുത്തശ്ശനെക്കുറിച്ചും പൂർവികരെക്കുറിച്ചുമുള്ള ഓർമ്മകൾ പേറിയാണ് പോവുക. അവർക്ക് വേണ്ടി ഒരു ദിവസം അവർ സൂക്ഷിച്ചു വയ്ക്കുന്നു. അങ്ങനെ നമ്മളിപ്പോൾ വരയ്ക്കൽ ബീച്ചിൽ നിന്നുള്ള കാഴ്ചകളാണ് കണ്ടത്.